ഹലോ! ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഒരു ഇളനീർ പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുഡിംഗ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. വായിലിട്ടാൽ നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് അലിഞ്ഞു പോകും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എല്ലാ പുഡിങ്ങിനും ചെയ്യുന്ന പോലെ തന്നെ ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ വേണ്ടി വെക്കാം. 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ജിഗ്ലി വിഗ്ലി കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ 10 ഗ്രാമും അല്ലെങ്കിൽ ഒരു ക്രീമി ആയിട്ടാണ് വേണ്ടതെങ്കിൽ 8 ഗ്രാം ചൈന ഗ്രാസ്, അതാണ് കണക്ക്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇതിവിടെ ഒരു 15 മിനിറ്റ് കുതിർത്ത് വെക്കാം. അധികം കട്ടിയില്ലാത്ത എന്നാൽ വളരെ തിന്നോ അല്ലാത്ത രീതിയിലുള്ള ഇളനീരാണ് നമുക്ക് വേണ്ടത്. 2 വലിയ ഇളനീർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ വെള്ളത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 2 ഇളനീർ വെച്ചിട്ട് എനിക്ക് ഇത്രയും ഇളനീർ കാമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. 2 കപ്പ് പാലുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ആദ്യം. അപ്പോൾ നമുക്ക് അതേ സമയം തന്നെ 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസും കൂടെ അടുപ്പിലേക്ക് മാറ്റാം. ഈ പാലിൻ്റെ മിക്സ് റെഡിയാക്കുമ്പോൾ തന്നെ ചൈന ഗ്രാസ് മറ്റടുപ്പിൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇനി പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് മാത്രമായിട്ടും ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് പാല് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വാനില എസൻസിന് പകരമായിട്ട് ആൽമണ്ട് എക്സ്ട്രാക്റ്റ് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പക്ഷേ ഇളനീർ പുഡിങ്ങിനും ഞാൻ കപ്പ പുഡിങ്ങിനൊക്കെ പറഞ്ഞിരുന്നു, ആ ടൈപ്പ് പുഡിങ്ങുകൾക്കൊക്കെ വാനില എസൻസിൻ്റെ ടേസ്റ്റാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുള്ളായിട്ട് മെൽറ്റായ ശേഷം മാത്രം ചേർക്കുക. ചെറിയ ചങ്ക്സ് പോലും ഇല്ലാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളൊരു 2 മിനിറ്റ് കൂടെ ഈ പാലിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം ചെറിയ രീതിയിൽ എന്തെങ്കിലും ചങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് മെൽറ്റായി പോകും. എന്നിട്ട് മാത്രം നമ്മൾ തീ ഓഫ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൈന ഗ്രാസിൻ്റെ തരി ഒട്ടും തന്നെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇളനീർ കാമ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ചൂടിൽ തന്നെ നമുക്കിത് ഏത് പാത്രത്തിലേക്കാണോ സെറ്റ് ചെയ്തെടുക്കാനുള്ളത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് ഒരു വലിയ ട്രേയിലും പിന്നെ ഒരു 3 ചെറിയ മോൾഡുകളിലുമാണ് ഒഴിക്കാൻ പോകുന്നത്. നമുക്കിഷ്ടമുള്ള പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ സിലിക്കണിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ഷേപ്പിലുള്ള മോൾഡാണ്. ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനൊരു 3 മോൾഡുകളിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എയർ ബബിൾസ് ഒക്കെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഒരു 4-5 മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ പുഡിങ് സെറ്റായി കിട്ടും കേട്ടോ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിനി നമുക്ക് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ ടോപ്പിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ ടോട്ടലായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്തണം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ടോപ്പിംഗ്. ഇതേ ടോപ്പിംഗ് തന്നെയാണ് ഞാൻ കപ്പ പുഡിങ്ങിനും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ ഇത് ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചിട്ടില്ല എന്ന് മാത്രം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ പുഡിങ് സെറ്റായ ശേഷം മാത്രം ഈ ടോപ്പിംഗ് ഇട്ട് കൊടുക്കുക. എന്നാലേ ആ ഫുൾ ക്രഞ്ചിനെസ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാൻ മോൾഡിൽ ഒഴിച്ച് വെച്ചത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുത്ത ശേഷം ഒരു സോസറിലേക്ക് വെച്ച് കൊടുക്കാം. ശരിക്കും ഇതൊരു ബ്ലാക്ക് കളർ സോസറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള സോസർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് സെർവ് ചെയ്യുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടെ രസമായിരിക്കും.
ഡാർക്ക് കളർ പ്ലേറ്റിൽ ഇങ്ങനെ വൈറ്റ് പുഡിങ് ഒരു ഫ്ലവർ ഷേപ്പിലൊക്കെ ഇരിക്കുന്നത് കാണാൻ നല്ല ലുക്കാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ കളറിലുള്ള സോസർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സോസറുകളൊക്കെ എടുത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കളറിലുള്ളതിൽ തന്നെ സെർവ് ചെയ്യും. ഇനി ഇതിൻ്റെ സൈഡിൽ ചുറ്റുമായിട്ട് ഇതുപോലെ നമുക്ക് കോക്കനട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ പുഡിങ് മാത്രം ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും എപ്പോഴും രസം ഈ ഒരു കോക്കനട്ട് ഫില്ലിങ് കൂടെ ചേരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ പുഡിങ്ങിൻ്റെ ഒരു ക്രീമിനെസ്സും പിന്നെ ഈ കോക്കനട്ടിൻ്റെ ആ ഒരു ക്രഞ്ചി എഫക്റ്റും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിംഗ് ഇതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ടാനുവിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഹലോ ഗായ്സ്, നമ്മളെ കഴിക്കാൻ പോകുന്നേ ഇതെന്താ അറിയില്ലല്ലോ. എന്താണ്? ഫ്ലവർ ജെല്ലി. ഇനി നമ്മള് കഴിച്ചാലോ? നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ്സ്. ഹലോ ഗായ്സ്, നമ്മൾ കഴിക്കാൻ പോകുന്നേ എന്തറിയില്ലല്ലോ. എന്താണ്? ബ്യൂട്ടിഫുൾ ആയിട്ട് കുറെ ഫ്ലവർ കേക്കോ അല്ല പുഡിംഗ് ആണ് കേട്ടോ. ഫ്ലവർ പുഡിംഗ് ഒക്കെ ഇനി നമ്മൾ കഴിച്ചാൽ വാങ്ങാം. യമ്മി യമ്മി. ഫ്ലവറിന്റെ പോലെ ഒരു പുഡിംഗ് ടേസ്റ്റ് ഉണ്ടല്ലോ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയാലോ? ചെറിയ പീസ് എടുത്ത് It is Molly. Big piece. അമ്മ ട്രൈ ചെയ്യട്ടെ. ഒറ്റ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മമ്മ. യമ്മി യമ്മി. യെസ്, ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ യമ്മി യമ്മി ഉണ്ട്. ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ഫ്ലവർ കഴിക്കണേ. ബട്ടർഫ്ലൈ ഫ്ലവർ കഴിക്കാ ചെയ്യാ. ഞാൻ പുറത്തത് കണ്ടില്ലോ ബട്ടർഫ്ലൈനെ. ഫ്ലവർ കഴിക്കുന്നേ. ഫ്ലവർ കഴിക്കില്ല, ഫ്ലവറിലുള്ള തേന് കുടിക്കാ ചെയ്യാ. ഇപ്പൊ ഫ്ലവർ ഞാൻ തേന കുടിക്കും. ഞാൻ ഫ്ലവർ അല്ല, ഞാൻ ബട്ടർഫ്ലൈ ആണ്. Sorry. Okay. I don't like nuts. Nuts healthy ആണ്. Nuts healthy is little bit healthy. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 3 ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.